ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്ധ്യാസമയത്തുള്ള വിളക്ക് ബബ്ലു ആണ് വെക്കുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് പറ്റാതിരുന്ന സമയത്ത് ബബ്ലു ആണ് വിളക്ക് വെച്ചത്. അന്നേരം മോന് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു, ഏത് വിളക്ക് ആദ്യം കത്തിക്കണം, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചായിരുന്നു, എനിക്ക് പറ്റുന്ന ഒരു സമയത്ത് ബബ്ലുവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് പറ്റാതാവുന്ന ടൈം ബബ്ലുവിന് വിളക്ക് നന്നായി വെക്കാൻ കഴിയല്ലോ. ആ സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടാകും, ബബ്ലു നന്നായി വെച്ചോളുമെന്ന്. നമ്മളും കുഞ്ഞിലെ ഇതെല്ലാം കണ്ടും കേട്ടുമാണല്ലോ ഇതൊക്കെ പഠിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴേ അവരും പഠിക്കട്ടെ അല്ലേ. ഒരു ദിവസം നമുക്ക് വീട്ടിൽ വിളക്ക് വെക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം വല്ലാത്തൊരു ദിവസമായിട്ട് തോന്നും. നമുക്കറിയാവുന്ന നാമങ്ങളെല്ലാം ചൊല്ലി കർപ്പൂരവും ധൂപവും എല്ലാം വീട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയാണ്. കുറച്ച് ദിവസമായിട്ട് വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു. പനിയിൽ നിന്ന് ഇപ്പോഴാണ് ഒരു മോചനം കിട്ടിയത്. ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക്, അതും വല്ലാത്തൊരു ക്ഷീണമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കുറച്ച് ദിവസമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. എന്നും വിളക്ക് കത്തിക്കാൻ രാവിലെ, പക്ഷെ രാവിലെ തന്നെ കത്തിക്കാൻ പറ്റാറില്ലായിരുന്നു. ഇനി വേണം വീണ്ടും അതൊക്കെ തുടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ട് ബബ്ലുവിന് പറ്റാവുന്ന പോലെ ഭംഗിയായിട്ട് തന്നെ അവൻ വിളക്ക് വെച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണേറ്, ദൃഷ്ടിദോഷം അതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്കിൽ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് കേട്ടോ. ഒരു കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാം നശിച്ചു പോവും എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കതിലൊക്കെ ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും കർപ്പൂരാരതി എടുക്കുക, ധൂപം എല്ലായിടത്തും കാണിക്കുക. അതേപോലെ വീക്കെൻഡുകളിൽ വീടുകളിൽ എല്ലാവരെയും ഉപ്പും കുരുമുളകും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് കടുകൂട്ട് നന്നായി ഉഴിഞ്ഞ് നമ്മുടെ പഞ്ചാക്ഷരി മന്ത്രം ഉണ്ടല്ലോ, ഒന്നും അറിയില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ അത് ചൊല്ലിയിട്ട് ഉഴിഞ്ഞിടാൻ ശ്രദ്ധിക്കാട്ടോ. കണ്ണീറുണ്ടെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും നമുക്കും നമ്മുടെ വീട്ടിനും എല്ലായിടത്തും. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഞാൻ പൂക്കൾ സമർപ്പിക്കാനായിട്ട് പറയായിരുന്നു കേട്ടോ. അപ്പം ബബ്ലു എല്ലാവർക്കും പൂക്കളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. മോൻ അതെല്ലാം സന്തോഷത്തോടെ അവൻ തൃപ്തിയായിട്ട് മനസ്സ് അറിഞ്ഞ് എല്ലാം ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. ഇനി എനിക്ക് പറ്റാതാവുന്ന ടൈമിൽ നന്നായി വെക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ തൃപ്തിയോടെ സന്ധ്യാദീപം തെളിയിച്ചു. അങ്ങനെ കുറച്ചു നേരം നാമമൊക്കെ ജപിച്ച് ഒരു ഡിവൈൻ മോഡിലിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.